എൻ്റെ സ്ഥലം കൊല്ലം പെരിനാടാണ്. ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ പേര് സുധർമ്മ. ഈ കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയാനിടയായത് 2019 ഒരു പത്രം, കൃപാസനത്തിലെ ഒരു പത്രം, എൻ്റെ അമ്മ ആശുപത്രി അഡ്മിറ്റായി കിടന്നപ്പോൾ അവിടെ ആരോ വെച്ചിട്ട് പോയ ഒരു പത്രം വായിക്കാനിടയായി. അങ്ങനെയാണ് കൃപാസനത്തെപ്പറ്റി അറിയാനിടയായത്. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല, ഇത് എവിടെയാണെന്നൊന്നും മനസ്സിലായില്ല. അതങ്ങനെ എൻ്റെ ബാഗിൽ തന്നെ ഇരുന്നു. കുറേ നാൾ കഴിഞ്ഞ് വീട്ടിൽ എന്തൊക്കെയോ വിഷമങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ പത്രം എടുത്ത് വായിച്ചു. ഞാൻ അതിനു മുമ്പ് തന്നെ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഈ പത്രം എടുത്ത് വായിച്ചു നോക്കാനിടയായി. അപ്പോൾ അപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലൊരു ആഗ്രഹം, ഈ കൃപാസനം എവിടെയാണെന്ന് കണ്ടെത്തണം, ഇവിടെ ഒന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ 2021 ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത്. ഉടമ്പടിയെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. എല്ലാവരും ഉടമ്പടി എടുത്തു, ഞാൻ ഉടമ്പടി എടുത്തു. ഇവിടുന്ന് കിട്ടിയ പുസ്തകവും കൊണ്ടുപോയി ഉപ്പും തേനും തിരിയും വീട്ടിൽ കൊണ്ടുപോയി ഈ പുസ്തകം വായിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ തലയിൽ ഒരു ത്വക്ക് രോഗം പിടിപെട്ടതാണ്. താരനായിട്ടായിരുന്നു തുടങ്ങിയത്. അത് ഏതാണ്ട് 40 വർഷം വരെ, അതായത് എൻ്റെ 59 വയസ്സ് വരെ ഇതിങ്ങനെ തുടർന്നുണ്ട്. ഞാൻ ഉപയോഗിക്കാത്ത മരുന്നുകളില്ല. ഇത് തുടങ്ങിയ കാലം തൊട്ട് ഒരു വർഷം 2, 3, 4 സ്കിൻ സ്പെഷ്യലിസ്റ്റുകളെ പോയി കണ്ട് അവർ കുറിച്ച് തരുന്ന മരുന്നുകളെല്ലാം വാങ്ങിച്ച് വളരെ വീര്യം കൂടിയ ഷാമ്പുകൾ ഒരുപാട് ഉപയോഗിച്ച് ഷാമ്പു ഉപയോഗിക്കാതെ ജീവിക്കാൻ വയ്യാതായി. സെൽഷൻ, ക്ലിനിക് സ്പെഷ്യല്, പിന്നെ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് ഷാമ്പുകൾ. പിന്നെ ഇത് കടുത്ത് വരുമ്പോൾ തുള്ളി മരുന്നും തരും. തുള്ളി മരുന്നൊക്കെ മുടി മാറ്റിയിട്ട് പുരട്ടാനൊക്കെ ഒരുപാട് താമസം. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഞാൻ ടീച്ചറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എച്ചമായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇതൊന്നും അപ്ലൈ ചെയ്യാൻ സമയമില്ല. എങ്കിലും വീട്ടിൽ വന്നാലുള്ള സമയം മുഴുക്കെ കുളിക്കാൻ 1 മണിക്കൂർ കുറേ എടുക്കണം കുളിക്കാൻ. ഇതെല്ലാം പുരട്ടിക്കഴിഞ്ഞ് കുളിച്ച് ഉള്ള മുടിയെല്ലാം കൊഴിഞ്ഞ്, കുളിമുറി മൊത്തം മുടിയാണ്, വീടിൻ്റെ 4 വശവും മൊത്തം മുടിയാണ്, എല്ലാം പൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ കളിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ 40 വർഷം വരെ ഉപയോഗിച്ച് ഞാൻ ഇവിടെ വന്ന് അതിനു മുമ്പും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ വയസ്സ് ചെല്ലുമ്പോൾ ഇത്രയും നേരം കുളിക്കാൻ സമയം കിട്ടുമോ? അതുമാത്രമല്ല, ഇത്രയും വർഷം ഈ ഷാമ്പുവും വീര്യം കൂടി തുള്ളി മരുന്നും തലയിൽ പുരട്ടി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ കുറഞ്ഞു. അപ്പം വയസ്സെന്ന കാലത്ത് വല്ലതും എനിക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ തന്നെ ഇതിന് പരിഹാരം ചെയ്തു തരണം. ഇത് പൂർണ്ണമായി മാറ്റിത്തന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ആ ഫ്രണ്ടിലെ മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഈ തൈലം, അന്നൊന്നും എനിക്ക് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. കുറേയൊക്കെ മറന്നുപോയി. പിന്നെ എങ്കിലും ഞാൻ തൈലമൊക്കെ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിച്ചു. ഒരു 6 മാസത്തിന് ശേഷം, ഇതെപ്പോൾ പോയിന്ന് എനിക്കറിയാൻ വയ്യ, ഒരു 6 മാസത്തിന് ശേഷം ഇത് ശ്രദ്ധിക്കാൻ പറ്റാത്തത് എൻ്റെ അമ്മ കിടപ്പിലായിപ്പോയി. അപ്പോൾ അമ്മ ശരിക്കും വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഓർമ്മക്കുറവൊക്കെ കൊണ്ട് അമ്മ ബെഡ് റെസ്റ്റിലാണ്. അപ്പോൾ അമ്മയുടെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും റിട്ടയർ ചെയ്തതിന് ശേഷം അമ്മയുടെ കൂടാണ് കൂടുതൽ സമയം. പിന്നെ വീട്ടു ജോലികളെല്ലാം ഇതൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എങ്കിലും പ്രാർത്ഥന തുടർന്ന് വന്നിരുന്നു. ഇത് എപ്പോൾ മാറിയെന്ന് എനിക്കറിയത്തില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം എന്തായാലും ഇവിടുത്തെ പ്രാർത്ഥനയും ഈ തൈലവും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് ഒരു 6 മാസത്തിന് ശേഷം തലയിൽ പിന്നെ ഇതുവരെ അത് കണ്ടിട്ടില്ല. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നും. ഞാൻ അനുഭവിച്ച കഷ്ടത എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് തലയിൽ പൊറ്റം കെട്ടിയിട്ട് പുരുകത്തിൽ വരും. ഒരു പനി വന്ന് എനിക്ക് 2 ദിവസം കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും കൺപീലികളിലെല്ലാം വന്നറിയും, പുരുക മൊത്തമാകും, നെറ്റി വരെ ഇറങ്ങും. ഞാൻ എവിടെയെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നെ ഇത്തിരി എണ്ണ തൂത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കുതിർന്നിരുന്നോളും, പെട്ടെന്ന് അറിയത്തില്ല. ഇത്രയും ഷാമ്പുവും മരുന്നും ഉപയോഗിച്ചിട്ടും അങ്ങനെ ഞാൻ ഇതുമൂലം പിന്നെ കുളിച്ചിട്ട് വരുമ്പം തല മൊത്തം നീറ്റലാണ്. ഈ തൊലി ഇത്ര അടർന്നു പോയ നീറ്റൽ സഹിക്കാൻ മേത്ത നീറ്റലാണ്. ഇങ്ങനെ ഈ 40 വർഷം ഇതുമൂലം ഞാനങ്ങ് വളരെയധികം മാനസികമായിട്ടും പ്രയാസം അനുഭവിച്ച് ശാരീരികമായിട്ടും കഷ്ടപ്പെട്ടു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇത് മാറിയത്. പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഇതുകൂടാതെ എൻ്റെ ഇളയ മകന് ജോലിയില്ലായിരുന്നു. അവൻ ടെക്നോ പാർക്കിൽ ജോലി നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. അത് രാജിവെച്ചിട്ട് PSCക്കായിട്ട് ശ്രമിച്ചു. 5 വർഷം ടെസ്റ്റ് എഴുതിയിട്ടും ഒന്നും കിട്ടിയില്ല. ചില ടെസ്റ്റൊക്കെ എളുപ്പമായിരുന്നു, ചിലതൊക്കെ കഠിനമായിരുന്നു. ഉടമ്പടി എടുത്ത കൂട്ടത്തിൽ നിയോഗം വെച്ചതിൽ 2ാമത്തെ നിയോഗം ഇതായിരുന്നു വെച്ചത്, അവനൊരു ജോലി ഒരു സർക്കാർ ജോലി കൊടുക്കണമെന്ന്. TTC ഒക്കെ പാസ്സായതായിരുന്നു നേരത്തെ. കോവിഡ് സമയത്തായിരുന്നു അവൻ ടെസ്റ്റ് എഴുതാൻ പോയത്. അപ്പോഴും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ആംബുലൻസിൽ പോയാണ് ടെസ്റ്റ് എഴുതിയത്. ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, എന്തൊക്കെയോ എഴുതി,
എന്തോ ആകെപ്പാടെ ടെൻഷനായിരുന്നു. കോവിഡ് മൂലം അവനൊരു റൂമിൽ അടച്ചിട്ടിരുന്ന അവന് നന്നായിട്ട് പഠിക്കാനും പറ്റിയില്ല, പരീക്ഷയും നന്നായിട്ട് എഴുതാൻ പറ്റുമോ എന്നറിയത്തില്ല, എന്തൊക്കെയോ എഴുതിയെന്ന്. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ അവർക്കിതൊന്നും അറിയത്തില്ല. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ വീട്ടിൽ കിട്ടിയെങ്കിലും ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് പല ബന്ധുക്കൾ ഇതിനൊക്കെ തടസ്സമാണ്. അതുകൊണ്ട് വീട്ടിലിത് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല, എല്ലാം പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. പക്ഷേ എനിക്ക് അതിനു മുമ്പ് തന്നെ ആഴത്തിലുള്ള വിശ്വാസം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കൃപകളും കിട്ടിയിട്ടുണ്ടായിട്ട് എനിക്ക് കർത്താവിനെ മാതാവിനെ ഒരിക്കലും എൻ്റെ മരണം വരെയും കൈവടിയാൻ പറ്റത്തില്ല. അത് ഞാൻ പിന്നീട് പറയാം എൻ്റെ കാരണങ്ങൾ. അപ്പം മോനോട് ഞാൻ പറഞ്ഞു, നീ സമാധാനമായിട്ടിരിക്കും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവന് ഉടമ്പടി എന്താണെന്നും അറിയത്തില്ല, അവനറിയാൻ വലിയ താല്പര്യമില്ല. എങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയായിരിക്കും അവൻ പ്രാർത്ഥിച്ച് കാണുമായിരിക്കും. ഞാനിവിടെ ആ മാതാവിൻ്റെ അടുത്ത് അന്ന് ഞാൻ പറഞ്ഞു, അമ്മേ അവന് ഇത്രയും വയസ്സായി കഴിഞ്ഞു, ഇപ്പോൾ അവന് 35 വയസ്സായി. ഈ ഒരു ടെസ്റ്റിന് കൂടെ കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് ആകുമ്പോഴും അവൻ വലുതായിട്ടൊന്നും പഠിക്കുകയില്ല. പഠിക്കാൻ ബുദ്ധിയില്ലാണ്ടല്ല, 100% ഒന്നും പഠിക്കുകയില്ല. അമ്മ ഉപേക്ഷിക്കരുത്, അവന് ഇനി എഴുതാൻ പോകുന്ന ടെസ്റ്റിൽ അവന് ജോലി നൽകി അനുഗ്രഹിക്കണം. ഞാൻ ഇനി വരുന്നത് അവന് ജോലി കിട്ടിയെന്നുള്ള സാക്ഷ്യം പറയാനായിട്ടായിരിക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അവൻ ജോലി ടെസ്റ്റ് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ ഒരു തവണയും കൂടെ വന്നിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കാനൊന്നും പറ്റിയില്ല. പുതുക്കാൻ വിളിച്ചു, ഞാൻ ആ രസീത് കൊണ്ടുവന്നില്ലായിരുന്നു, അതുകൊണ്ട് പുതുക്കാൻ പറ്റിയില്ല. അമ്മയോട് വീണ്ടും കരഞ്ഞ് പറഞ്ഞിട്ട് പോയി. 2022 ഏപ്രിൽ 24 ഇൻ്റർവ്യൂ. 2022 ഏപ്രിൽ 19 ഞാനിവിടെ വന്ന് അമ്മയോട് വീണ്ടും കരഞ്ഞ് പറഞ്ഞിട്ട് പോയി, അമ്മ അവൻ്റെ ഇൻ്റർവ്യൂ 24 അമ്മ യേശുവും കൂടെ ഉണ്ടാകണമേ. ആ ഇൻ്റർവ്യൂ നടത്തുന്നവരുടെ മനസ്സിൽ എൻ്റെ കർത്താവും മാതാവും കുടികൊള്ളണമേ, അവിടുന്ന് വേണേ നടത്തി തരാനെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ടിരുന്നു. ഇപ്പം അവൻ ജോലിയിൽ കയറി. ജനുവരി 23 ജോലിയിൽ കയറി. ആ സന്തോഷത്തിന് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇത്രയാണ് എനിക്ക് ഉടമ്പടിക്ക്. പിന്നെ ഒരുപാട് മനസ്സമാധാനം ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ കൃപാസനത്തെപ്പറ്റി അറിയുന്നതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് 28 വർഷമായി. കർത്താവിനെ അറിയാനുണ്ടായ ആദ്യ കാരണം എൻ്റെ മൂത്ത മകൻ്റെ രോഗമായിരുന്നു. മൂത്ത മകനെ പ്രസവിച്ച് ഏതാണ്ട് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ പനി അവൻ്റെ 9 വയസ്സ് വരെ നീണ്ടു നിന്നു. അതായത് പനിയെന്ന് ഒരു ദിവസം പോലും അവന് മോചനമില്ല. പനിയെന്ന് കേൾക്കുമ്പോൾ നിസ്സാരവും തോന്നും. ഒരു കുഞ്ഞിന് എല്ലാ ദിവസവും എല്ലാ നേരവും പനിയായുള്ള അവസ്ഥയെന്ന് ഓർത്ത് നോക്ക്. ഞങ്ങളൊക്കെ തിരുവോണം ആഘോഷിക്കുമ്പോഴും ഈ കുഞ്ഞിന് പൊടിയരി കഞ്ഞിയാണ് കൊടുക്കുന്നത്. ഞാൻ കണ്ണുനീരോടെയാണ് അവൻ പൊടിയരി കഞ്ഞി, അവൻ കുടിക്കത്തില്ല. അവന് ഈ രോഗം വിട്ടുമാറാതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിത്തം മാറ്റി മലയാളം മീഡിയത്തിലാക്കി. എന്നിട്ടും അവൻ രോഗം മാറിയില്ല. അങ്ങനെ ഒരു സഹോദരി മൂലമാണ് ഞാൻ കർത്താവിനെ പറ്റി കൂടുതൽ അറിയാൻ ഇടയായത്. ഇവിടെ അത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഹിന്ദുവായിട്ട് ഇനി വേറെ അങ്ങ് പറയാൻ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ കർത്താവിനെ അറിയാനിടയായി. ഞാൻ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ച് ഈ മകനെ അന്ന് കൊണ്ടുപോയി. അവൻ്റെ ശരീരത്തിൽ കുറേ അരിമ്പാറകളുണ്ടായിരുന്നു. അതിൽ ഒരരിമ്പാറ കൺപോളയുടെ താഴെ വന്ന് അതങ്ങ് സെപ്റ്റിക്കായി. ഇവിടെ ആ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചോൻ പറഞ്ഞ്, ഇനി ഇത് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും, അവർ പ്ലാസ്റ്റിക് സർജറി എന്തെങ്കിലും ചെയ്യട്ടെ, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ആകെ സങ്കടപ്പെട്ട്. അപ്പോഴാണ് ഒരു സഹോദരി പറഞ്ഞത്, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുക ടീച്ചറേ എന്ന് പറഞ്ഞു. ഈ മകനെയും കൊണ്ട് ഞാൻ ഒരു ധ്യാനത്തിന് കൂടിയത്. ഇവിടെ പറഞ്ഞുകൂടാ, അങ്ങനെ പറയേണ്ടത് അച്ഛൻ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഇനി എവിടെയായാലും കർത്താവും മാതാവും ഉണ്ടല്ലോ. അവിടെ ചെന്ന് അവൻ്റെ അരിമ്പാറകളെല്ലാം മാറി. ഞാൻ ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നും എല്ലാം പ്രത്യേകം വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരത്തുള്ളൂ. അതുകൊണ്ട് പനി കൂടിയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. ആ കൂടിയ ദിവസങ്ങളൊന്നും അവന് പനിയില്ലായിരുന്നു. വീട്ടിൽ വന്ന് ഏതാണ്ട് 1 വർഷക്കാലം വരെ ഒരു നേരം പോലും പനിയില്ലാതെ എല്ലാ ആഹാരവും കഴിച്ച് ജീവിക്കാനിടയായി. അങ്ങനെ അതിലൂടെയാണ് ഞാൻ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത്. അതിനുശേഷം പിന്നീട് ഹൈന്ദവ കുടുംബം എന്ന് പറഞ്ഞാൽ പലരും തടയാനുണ്ട്. ബന്ധുക്കളോട് ആരോടും പറയാൻ പറ്റത്തില്ല. എനിക്കിത് പലരോടും പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അയൽപക്കത്തുള്ളവരും ബന്ധുക്കളോടും ഒക്കെ ഞാൻ പറഞ്ഞ്, രക്ഷകനായ ദൈവം ഈശോയാണ്. അവരാരും അത്ര കേട്ടപ്പോൾ ഒരു സന്തോഷത്തോടെ കേട്ടെന്നല്ലാതെ അവർ ഉൾക്കൊള്ളാനും എന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടും പ്രോത്സാഹിപ്പിച്ചതുമില്ല. വീട്ടുകാരും എതിരുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആരും കാണാതെ എപ്പോഴും അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവിനെയും മാതാവിനെയും മാത്രമാണ്. പിന്നെ ഞാൻ പല കൂട്ടായ്മകളിലൊക്കെ പോയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക്. അതിനുശേഷം എൻ്റെ ചേച്ചിയുടെ മകന് പട്ടാളത്തിൽ ജോലിക്കായിട്ട് ഒരു ഏജൻറ്റിനെ സമീപിച്ച് ഏജൻറ്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എത്ര രൂപ അന്ന് കൊടുത്ത, അത് 23 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ഞങ്ങളുടെ കൊല്ലത്ത് തന്നെ ഒരു സ്ഥലത്ത് റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫിസിക്കൽ ടെസ്റ്റുകളുടെ അന്ന്
അതിനു മുമ്പ് എൻ്റെ സഹോദരൻ പട്ടാളത്തിലൊരു ഓഫീസറായിരുന്നു. അദ്ദേഹം ഇവനെ കൊണ്ടുപോയി അവിടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ ഇവൻ്റെ കാൽഭാഗത്തിന് രണ്ടും വളവുണ്ട്. പ്രസവം താമസിച്ചായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിരുന്ന് ഞെരുങ്ങി കാൽപാദങ്ങൾ രണ്ടും പുറം ഭാഗം മുകളിലോട്ട് ഉന്തി അടിഭാഗം കുഴിയും. അങ്ങനെ ഉന്തിയിരുന്ന് എല്ലിന് വളവുണ്ടായിരുന്നു. പെട്ടെന്നറിയത്തില്ലത്. പക്ഷേ ഇങ്ങനെയുള്ള ചെക്കപ്പ് ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റിലും മറ്റു ഡോക്ടർമാർ ചെക്കപ്പ് നടത്തിയെങ്കിലേ അറിയത്തുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവനെ തള്ളി. അണ്ണൻ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുപ്പിച്ച് നോക്കിയവൻ പറഞ്ഞു എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇവനെ നാട്ടിലെങ്കിൽ ആരുടെയെങ്കിലും പൈസയൊന്നും കൊടുക്കല്ലേ, ഇവനെ എടുക്കത്തില്ല. അവിടെ വെച്ച് സെലക്ട് ചെയ്താലും ഇവിടെ വരുമ്പം വീണ്ടും ചെക്കപ്പ് ഉണ്ടാവും, ഇവനെ തള്ളും, അതുകൊണ്ട് ആർക്കും കാശൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവനെങ്കിൽ പറഞ്ഞു വിട്ട്. അങ്ങനെ ചെയ്തപ്പോഴാണ് കൊല്ലത്ത് വെച്ച് റിക്രൂട്ട്മെൻറ്റ് നടന്നത്. ഇവൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പം എൻ്റെ അമ്മയ്ക്കും വിശ്വാസമായി. അമ്മയും ഞാനും ഇരുന്ന് മാതാവിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. 4-5 ദിവസം വീട്ടിൽ താമസിച്ചു. അപ്പോൾ അവൻ്റെ ദിവസം വന്നപ്പോൾ പറഞ്ഞു, അപ്പോൾ ഈ ഏജൻറ്റ് ഇവനോട് കണ്ടു പറഞ്ഞ് അനിലെ ഒരു കാര്യം ചെയ്യ്, ഇത്തിരി ചെളി നനച്ച് കുഴച്ച് 2 കാലിലും തേച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അവൻ വീട്ടിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഞാനും അമ്മയും പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അടുത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുക, നീ ധൈര്യമായിട്ട് വയ്ക്കുക, ചെളി വാരി തേക്കരുത്, ചെളി വാരി തേച്ചാൽ നിന്നെ അവർ നോക്കത്തില്ല. ഞാൻ സമ്മതിച്ചില്ല ചെളി വാരി തേക്കാനായിട്ട്. അന്നത്തെ ഫിസിക്കൽ ടെസ്റ്റിൽ അവൻ്റെ ആ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. ഞാൻ അമ്മയോടും പറഞ്ഞു, അമ്മ ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, എൻ്റെ മാതാവേ ആ കാലിലോട്ട് നോക്കാനിടയാവില്ലേ, അവർ ടെസ്റ്റ് ചെയ്യുന്നവർ ഈ കാൽപാദം കാണാനിടയാവരുതെന്ന്. വൈകുന്നേരം സന്തോഷമായിട്ടൊന്ന് പറഞ്ഞ് കുഞ്ഞമ്മ പറഞ്ഞോണ്ട് ഞാൻ ചെളിയൊന്നും വാരി തേച്ചില്ല, അവരെൻ്റെ 2 കാൽപാദവും നോക്കിയില്ല. അവൻ സെലക്ട് ചെയ്യപ്പെട്ടു. പിന്നെ റിട്ടേൺ ടെസ്റ്റിന് പാസ്സായവൻ ജോലി കിട്ടി. അതൊരു സാക്ഷ്യം. പിന്നീട് എൻ്റെ ഇളയ മകൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അപ്പൻഡിസൈറ്റിൻ്റെ അസുഖം വന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് 5-6 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് 1-1.5 മാസത്തെ റെസ്റ്റിന് ശേഷം സ്കൂളിൽ പോയി തുടങ്ങി. പിറ്റേ ദിവസമായപ്പോൾ 2 കുട്ടികളെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അവൻ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്, ഭയങ്കര ചൂടും. അപ്പം ഞാൻ അടുത്തുള്ള ആശുപത്രിയിൽ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത്, അപ്പൻഡിസൈറ്റിന് ഓപ്പറേഷൻ ചെയ്ത കുഞ്ഞാണ്, 1.5 മാസം ആയതേ ഉള്ളൂ, സ്കൂളിൽ ഇന്നലെ പോയി തുടങ്ങിയതേ ഉള്ളെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, വൈറൽ ഫീവർ ശരിയാക്കാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. 2-3 ദിവസം അവിടെ കിടന്നു. സംഗതി വഷളായി. അവന് എന്താണെന്നറിയാൻ വയ്യ, അവൻ ഭയങ്കര ഒന്നും വെള്ളം പോലും കുടിക്കുന്നില്ല, ശരീരത്തിന് ഭയങ്കര വെപ്രാളവും അസ്വസ്ഥതയും. ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു. ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കാഷ്വാലിറ്റി കിടന്ന് ഞാൻ വരുന്നു പറഞ്ഞു. കാഷ്വാലിറ്റി ഡോക്ടർ വന്ന് അവിടുന്ന് അന്നത്തെ സൂപ്രണ്ട് സാറിനെ വിളിച്ചു. സൂപ്രണ്ട് വന്ന് കണ്ടപ്പോഴേ പറഞ്ഞു, അയ്യോ ഈ കൊച്ചിനെ ആദ്യം കാണിക്കാൻ. അപ്പോൾ കാഷ്വാലിറ്റി വിഷം അടിച്ചു കിടക്കുന്ന 2 പേരുണ്ടായിരുന്നു, അറ്റാക്ക് 1-2 അവരെയൊക്കെ കണ്ടിട്ട് ഇവനെ കണ്ടത്. ഇവനെ ആദ്യം കാണിക്കാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, 1.5 മാസം കഴിഞ്ഞ് സ്കൂളിൽ വിട്ടതാ, 2 കൊച്ചുങ്ങളെ താങ്ങി എടുത്തുകൊണ്ട് വന്നു. സംഗതി സെപ്റ്റിക്കായിപ്പോയി. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവർ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ആംബുലൻസ് വിളിക്ക്, ഒരു സ്റ്റാഫും കൂടെ ഒന്ന് മെഡിക്കൽ കോളേജ് അവിടെ ഏൽപ്പിച്ചിട്ട് വേണം വരാനെന്ന് പറഞ്ഞു. വളരെ കടുത്തുപോയി. എന്താണെന്നൊന്നും പിടികിട്ടിയില്ല. ഞങ്ങളെല്ലാവരും ആംബുലൻസിൽ കയറി ഓക്സിജനും ഡ്രിപ്പും എല്ലാം കൊടുത്തിരുന്നു. ഞാൻ അവിടെ നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, എന്തോ കൂടുതലാണെന്നറിയാം, സെപ്റ്റിക്കാന്നും അവർ പറഞ്ഞില്ല. മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെയും കാഷ്വാലിറ്റി കിടത്തി. എല്ലാ ചെക്കപ്പും കഴിച്ച് ഓരോ ചെക്കപ്പിനും ഭയങ്കര ആശുപത്രി പൊട്ടുന്ന നിലവിളിയായിരുന്നു. ഞങ്ങളെ അങ്ങ് മാറ്റിയിട്ട് അവർ വയറിൽ നിന്ന് കുറേ വെള്ളം പിടിച്ച് കളഞ്ഞ്. അപ്പോൾ പിന്നെ അങ്ങ് വാർഡിൽ കൊണ്ടുവന്ന് കിടത്തി. അവൻ്റെ ചുറ്റും കുറേയധികം ഡോക്ടർമാരാണ്. എന്തോ കൂടുതലൊന്നും അറിയാമെന്നല്ല, കൂടുതലൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ ഒരു ഡോക്ടർ എന്നെ വിളിച്ച് ചോദിച്ചു, പൈസയൊക്കെ കരുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ആളുകളൊക്കെ ഉണ്ടോ? കൂടെ ആളുകളുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അല്ല പൈസ ഇല്ലേ, ഇവിടെ നിന്ന് കുറേ ഒരുപാട് മരുന്നൊക്കെ ആവും, പിന്നെ ആളുകളില്ലെങ്കിൽ ആളുകളെയും വരുത്തണമെന്ന് പറഞ്ഞു. ഞങ്ങളറിയാതെ അവിടെ ആ വാർഡിലുള്ള രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനോടൊക്കെ ഡോക്ടർ അവർ അന്വേഷിച്ചു. ഈ കൊച്ചിൻ്റെ അടുത്താണെന്നല്ല ഡോക്ടർമാർ മൊത്തം കൂടി, എന്തായാലും കുഴപ്പം. അപ്പം ഞങ്ങളാരും അറിയാതെ പറഞ്ഞു അതിന് രക്ഷയില്ല, ഒരാഴ്ചക്ക് മുമ്പ് കൊണ്ടൊന്ന് രക്ഷപ്പെട്ടതിനെ, അത് സെപ്റ്റിക്കായി അങ്ങേ അറ്റം ചെന്നെന്ന് പറഞ്ഞു. ഞങ്ങളോട് വിവരം പറഞ്ഞില്ല. ഓരോ തവണ അവനെ എന്തെങ്കിലും കഠിനമായ പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ ഞങ്ങളെ അങ്ങ് മാറ്റി നിർത്തും. അപ്പോൾ എൻ്റെ ഒരു സമാധാനം, എന്തായാലും മെഡിക്കൽ കോളേജിൽ വന്നല്ലോ. പിന്നെ ഞാൻ മനസ്സിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവിനോടും മാതാവിനോടും പ്രാർത്ഥിക്കുന്നത്. വേറെ ആർക്ക്, മറ്റെല്ലാ ഹൈന്ദവ വിശ്വാസമില്ല, അവരവരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസത്തെ പരിശോധനകളും ചികിത്സകൾക്കൊക്കെ ശേഷം ഞങ്ങളെ വിളിച്ച് മാറ്റി എടുത്തിട്ട് പറഞ്ഞ്, ഇതിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ വന്നേ, പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ, ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി മോനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനങ്ങ് വീർത്ത്
ഒരു കുട്ടിയാനയുടെ കണക്ക് അങ്ങ് വീർത്ത് അവൻ്റെ ശരീരത്തിൽ തൊട്ടാൽ കുഴിഞ്ഞു പോകും. ഒരു കൂഴച്ചക്ക പഴുത്ത് അങ്ങ് അറ്റം ചെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ദേഹത്ത് തൊട്ടാൽ കുഴിഞ്ഞു പോകും. അത്രമാത്രം അവൻ വീർത്ത് സംസാരശേഷി എന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയായി. അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തും സംഭവിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം, ഏതവസ്ഥയിലായാലും വീട്ടിൽ കൊണ്ടുപോകാൻ തയ്യാറായിട്ടിരുന്നാൽ മതി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് 3-ോ 4-ോ ഒറ്റ അവർ പറഞ്ഞ് ഞങ്ങളെ സമാധാനപ്പെടുത്തിയിട്ട് പോയി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം വിട്ടുപോയത്. ഞാൻ ഇവരാരും കരയാനോ കർത്താവേ എന്ന് വിളിക്കാനോ പറ്റത്തില്ല. ഞാൻ ബാത്റൂമിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് അവിടെ വന്ന് എൻ്റെ കർത്താവേ ഈ കുഞ്ഞിനെ ജീവനോട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ വീട്ടുവരെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ഇന്ന ആളുടെ മോൻ്റെ ഡെഡ് ബോഡി ഇപ്പോൾ കൊണ്ടുവരും എന്ന്. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, കാരണം മൂത്ത മോൻ 10ാം ക്ലാസ്സിലാണ്. അവൻ്റെ പഠിത്തത്തെ ഈ വിഷം ബാധിക്കുമെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനും ഹസ്ബൻഡ് ബന്ധുക്കളും കൂടെ ഉണ്ട്. ഞാൻ ആ ബാത്റൂമിൽ കിടന്ന് ഓരോ തവണ ആ ഇടനാഴി ഞാൻ ഉരുണ്ടിരുന്ന് കരയുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ ഓർത്ത് എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല. എനിക്ക് എൻ്റെ 2-3 പേര് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ദൈവം അവിടെ സന്നിഹിതനാകുമെന്ന് ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ കർത്താവെ ഞാൻ മാത്രമേ ഉള്ളൂ, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം നേരത്തെയുള്ള ആചാരം അനുസരിച്ച് തന്നെ പോവുകയാണ്. എന്ത് ചെയ്യും? ഞാൻ പിന്നെ ഓർത്ത് ആരോടെങ്കിലും എനിക്ക് വിരോധമുണ്ടോ? പെട്ടെന്ന് ഭർത്താവിൻ്റെ ചേട്ടൻ ഞങ്ങളെയൊക്കെ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളാണ് വഴക്ക് പറയുന്നത്. അത് ദേഷ്യം കൊണ്ടല്ല, ആ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ്. ഒരു ചിലന്തി വല എവിടെങ്കിലും ഇരുന്നാൽ ഇവിടെ ആരും ഇല്ല, ഇതൊക്കെ തട്ടിക്കളയാൻ പറയും എപ്പോഴും. അപ്പം ഞാൻ വിചാരിക്കും ഇങ്ങനെ കാണുമ്പോഴെല്ലാം കുറ്റമാണെങ്കിലും ഇങ്ങോട്ട് വന്നു കയറി എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുള്ളൂ, മനസ്സിൽ ഓർത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരും. ഇങ്ങനൊരു ചെറിയ കുശുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു വെറുപ്പ് ഉള്ളിൽ കിടന്നു. ഞാൻ പെട്ടെന്ന് അത് ഓർത്ത് ചെന്ന് പുള്ളിക്കാരൻ്റെ കാല് പിടിച്ച് മാപ്പി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു നിനക്കെന്ത് പറ്റി? അപ്പോൾ ഈ കൊച്ചിന് ഇത്രയും കൂടുതലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് എന്തോ പറ്റിപ്പോയെന്ന് അദ്ദേഹം. അപ്പോൾ എന്നോടങ്ങ് ക്ഷമിക്കണേ അണ്ണാ, എനിക്കൊരു ഇത്തിരി വിരോധം ഉണ്ടായിരുന്നു. നിനക്കെന്നോട് വിരോധം എന്തിനാ? അല്ല ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് വഴക്കൊക്കെ പറയുമ്പോൾ ഉള്ളി കൊണ്ടിതം ഉണ്ടായിരുന്നു, എന്നോടങ്ങ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ്. നീ പോടി, എനിക്ക് എന്നോട് വിരോധമൊന്നുമില്ല, കൊച്ചു വല്ലാത്ത അവസ്ഥ കിടക്കുമ്പോഴാണ് അവിടെ ഒരു കുമ്പസാരം എന്നും പറഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞ്. എങ്കിലും മനസ്സിൻ്റെ ആശ്വാസം കിട്ടി. ഇനി എനിക്ക് വിരോധമായിട്ടില്ല, എങ്കിലും ഒരു ചെറിയ വെറുപ്പ്. വീണ്ടും ഞാൻ ആലോചിച്ചു, എൻ്റെ ദൈവം ഇനി ആരോടെങ്കിലും വിരോധമുണ്ടോ? ഏതെങ്കിലും വ്യക്തികളോട് എനിക്ക് വിരോധമുണ്ട്. ഓരോ വ്യക്തികളെ ഞാൻ എന്തെങ്കിലും എന്നിൽ നിന്ന് വേദന ഉണ്ടല്ലേ, എനിക്ക് വേദന ഉണ്ടാക്കിയ വ്യക്തികളെ ഒക്കെ മനസ്സിൽ ഓർത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ. എനിക്ക് ആരോടും വിരോധമില്ല. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ട രംഗമായത്. എൻ്റെ മോൻ്റെ ഡെഡ് ബോഡിയായിട്ട് വീട്ടിൽ പോയാൽ ആളുകൾ, ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്ന് പലർക്കും അറിയാം, ഞങ്ങളുടെ ഏരിയ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, അവർക്കൊക്കെ പുച്ഛമാണ്. തീർച്ചയായിട്ടും ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയായിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മാറിയെന്ന് ചോദിക്കും. അല്ല ഇതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയും, ഇപ്പോൾ എവിടെ പോയി നിൻ്റെ ദൈവം? എല്ലാ ആഴ്ചയിലും പോകുന്നതാണല്ലോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കും. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഇപ്പോൾ എന്തോത്തിൻ്റെ കുറവുണ്ടോ ഇതിനിറങ്ങി പോകുന്നത്, ജീവിക്കാൻ മാർഗ്ഗമില്ല, ഇങ്ങനെയൊക്കെ ചോദിച്ച് പല രീതിയിലും പുച്ഛിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവർക്കും എന്തായിരിക്കും പറയുന്നത്? എന്തായാലും ഇത് ഞാൻ കുഞ്ഞിൻ്റെ മരണം സഹിക്കണം, അത് കഴിഞ്ഞ് പിന്നെ ഈ ആളുകളുടെ ആക്ഷേപമാണ്. ദൈവമേ അതിനിടയാക്കരുതേ, ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയായിട്ട് വീട്ടിൽ പോയി ഇടയാവരുത്, ഇവനെ ജീവനായിട്ട് തന്ന് വേണം വീട്ടിൽ പറഞ്ഞയക്കാൻ. ഇല്ലെങ്കിൽ എനിക്കിനി കർത്താവുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവമേ ആളുകൾ എന്നെ പുച്ഛിക്കും, എൻ്റെ വീട്ടുകാരും എന്നെ കണ്ടമാനം വഴക്ക് പറയും. അതുകൊണ്ട് എന്നെ ഈ കൊടിയ ആപത്തിൽ അങ്ങ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം ഈശോയെ. അങ്ങനെയാണ് എനിക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയും. അതുപോലെ അത് ശബ്ദം പുറത്ത് കേൾക്കാൻ പറ്റത്തില്ല, ഇവരെല്ലാം കേൾക്കത്തില്ലയോ, മനം പൊട്ടിയ കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഇവനാകെ വീർത്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ ആയുസിൻ്റെ സമയം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഡോക്ടർ, ജേക്കബ് തോമസ്, അദ്ദേഹം ഞങ്ങൾ കണ്ടില്ല അതുവരെ. ആ ഡോക്ടർ 10-15 ഡോക്ടർമാർ എപ്പോഴും ഇവൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഈ ഡോക്ടറെ ഞങ്ങൾ അതുവരെ കണ്ടില്ല. ഡോക്ടർ എന്ന് പറഞ്ഞു എന്താ ഈ മോൻ്റെ പേര് പേപ്പറിങ് എടുക്കാം. അപ്പം PGക്ക് പഠിക്കുന്ന കുറേ കൊച്ചു ഡോക്ടർമാരുണ്ടായിരുന്നു. അവർ പറഞ്ഞ് എന്തുണ്ട് വിശേഷമെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഈ ഒരു കേസ് ഡോക്ടർമാരൊക്കെ മാറ്റി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഇങ്ങെടുക്കുമെന്ന് പറഞ്ഞ് പേപ്പർ എടുത്ത് നോക്കി. ആരാ ഇതിൻ്റെ മാതാപിതാക്കൾ, വേഗം വാ, എന്തൊക്കെയാണ് പറ്റിയത് മോന്? അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അറിയാവുന്നതെല്ലാം പറഞ്ഞു. വയറ്റ് വേദന വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇവന് നിങ്ങളൊരു പേപ്പറൊന്ന് ഒപ്പിട്ട് തരാമോ, എനിക്കൊന്ന് റീ ഓപ്പൺ ചെയ്ത് നോക്കാനാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ വയ്യ. അപ്പോൾ ഈ കൊച്ച് അവന് സംസാരിക്കാൻ വയ്യ, അവൻ്റെ 2 മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിരിക്കുകയാണ്. എന്നെ ഇനി ഒന്നും ചെയ്യണ്ട, എന്നെ ഞാൻ കൊന്നാൽ മതി, എനിക്കങ്ങ് ചത്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ മോനെ സമാധാനിക്ക്, മോനെ എങ്ങനെങ്കിലും എനിക്കിനി രക്ഷപ്പെടേണ്ട, എന്നെ കൊന്നാൽ മതി. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനൊക്കെ പറഞ്ഞ് എടാ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലേ, ആ ഡോക്ടർ എന്തെങ്കിലും ചെയ്യട്ടെ, നീ അങ്ങ് എഴുതി ഒപ്പിട്ട് വിട്. ഡോക്ടർ പറഞ്ഞ ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് ഓടി വന്നതേ, എന്താ ഇങ്ങോട്ട് വരാനുള്ള സമയമല്ലായിരുന്നു, എങ്ങനെയോ ദൈവം ഓടിച്ചു വിട്ടായിരിക്കും.
നിങ്ങളെന്തായാലും പേപ്പർ ഒപ്പിട്ട് അതിനുവേണ്ട ഡ്രസ്സും മരുന്നൊക്കെ കുറിച്ച് വെച്ച് ഇതെല്ലാം എടുത്ത് വെച്ചേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിനെ അങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു, 2ാം നിലയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഓപ്പറേഷൻ പറഞ്ഞില്ല. കുറച്ച് സമയം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളിതൊക്കെ വാങ്ങിച്ച് വെച്ച് അങ്ങോട്ട് കൊണ്ടുപോയില്ല. കൊണ്ടുപോകാൻ ആരുമില്ല, എല്ലാവരും കരഞ്ഞ ആവശ്യമായിരിക്കുകയാണ്. ആ ഡോക്ടറിനെ തിരിച്ചു വന്നു, ഈ കൊച്ചിനെ ഞാൻ കൊണ്ടുവന്നില്ല, എന്താ നിങ്ങൾ മനസ്സിൽ സമ്മതമല്ലയോ? അപ്പം ചേട്ടൻ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ചേട്ടൻ പറഞ്ഞു സമ്മതമാണ്. ഡോക്ടർ തന്നെ ആ സ്ട്രെച്ചർ തള്ളി നീക്കൊണ്ട് ആ വാർഡിലുള്ള എല്ലാ ബൈസ്റ്റാൻഡേഴ്സും എല്ലാം മലവെള്ളം ഒഴുകി പോകുന്ന മാതിരി കൂടെ അങ്ങ് ചെന്ന് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ ദേഹത്തിന് തുടരുത്, എന്നെ ഇനി ഒന്നും ചെയ്യണം, എനിക്ക് മരിച്ചാൽ മതി. അവിടെ ഡോക്ടർ പറഞ്ഞു മോൻ സമാധാനിക്ക്. അങ്ങനെ അനസ്തേഷ്യ കൊടുക്കേണ്ട അപ്പോഴാണ് അവൻ്റെ ഷർട്ട് ഊരുന്നത്. ഷർട്ട് ഊരിയപ്പോൾ ബ്ലഡിനകത്ത് വെള്ളം കലർന്ന് ഈ ഓരോ രോമകൂപങ്ങളിലൂടെയും ബ്ലഡ് കലർന്ന് വെള്ളം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക ശരീരത്തിൽ. അപ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ പറഞ്ഞു ഇതിന് ഞാൻ കൊടുക്കത്തില്ല, ഇത് കൊടുത്തതിന് രക്ഷയില്ലെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു 1 മണിക്കൂർ നേരത്തേക്ക് മതി, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം എന്ത് പറ്റിയെന്നറിയാൻ. ഡോക്ടർ അങ്ങോട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ 5% പോലും പ്രതീക്ഷിക്കരുത്, ഞാനൊന്ന് റീഓപ്പൺ ചെയ്ത് നോക്കി എന്തെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയാണ്, പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും മിണ്ടാൻ വയ്യായിരുന്നു. ഞങ്ങൾ കൂടെ വന്ന് ആ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാം കരച്ചിലാണ്. ഡോക്ടർ ഇവനെ സ്ട്രെച്ചർ തള്ളി അകത്ത് കൊണ്ടുപോയി 1 മണിക്കൂറിനും തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. വിളിച്ചു നോക്കി അർദ്ധബോധാവസ്ഥയോ മൂളി. ഇനിയിപ്പോഴൊന്നും ചോദിക്കരുത്, അകത്തോ സംഗതി ഒന്നും ഇല്ലായിരുന്നു, വല്ല കത്രിയോ പഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ അകപ്പെട്ടു പോയെന്ന് വിചാരിച്ചായിരിക്കും. എന്താ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കുറേ വെള്ളം പിടിച്ച് കളഞ്ഞിട്ടുണ്ട്, വൻകുടൽ കീറി, ഇവിടുന്ന് താഴെ വരെയുള്ള ഓപ്പറേഷൻ, വൻകുടൽ കീറി കുറേ വെള്ളം ഞാൻ പിടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങ് ദൈവത്തോട് പറഞ്ഞാൽ മതി, ഒരു 48 മണിക്കൂർ കഴിയുന്നവരെ ഒന്നും ചോദിക്കല്ലേ എന്ന് പറഞ്ഞ് ICUവിൽ അഡ്മിറ്റാക്കി. ഓരോ പ്രാവശ്യവും ICUവിൻ്റെ വാതിൽ തുറക്കുമ്പം ജീവൻ അങ്ങ് പോകും. എൻ്റെ പേര് വിളിക്കുമ്പോൾ തീർന്നെന്ന് പറയാനായിരിക്കും. അപ്പോഴെല്ലാം മരുന്നുകൾക്ക് വേണ്ടിയാണ്, മരുന്നെടുക്കാനും ബ്ലഡും യൂറിനും പരിശോധിക്കാൻ പല ലാബുകളിലേക്ക് വിടാനും, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് വീണ്ടും മരുന്ന് ഉപയോഗിക്കുന്നു, വീണ്ടും ബ്ലഡും എല്ലാം പരിശോധിക്കുന്നു. 2 ദിവസം കംപ്ലീറ്റ് തന്നെ തുടർന്നു. നമ്മൾ ആരോട് അപ്പോൾ ആ ഡോക്ടറെ പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ വേറെ ഡോക്ടറാണ്. ആ വേറെ ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് അതിന് കാശ് കൊടുക്കും. ഡോക്ടർ പൈസ വാങ്ങിച്ച് മേശയ്ക്കകത്ത് എന്ത് പറ്റും അത് ഞങ്ങളിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 ലക്ഷത്തിലോ 3 ലക്ഷത്തിലോ ഒരാൾക്ക് വരാവുന്നൊരു കേസ് എന്താണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല, ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞ് വിടും, ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ ഓപ്പറേഷൻ ഡോക്ടറെ കാണുന്നതേ ഇല്ല. ഒരു 4-5 ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി, യാതൊരു പുരോഗതിയും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഡോക്ടർ ഒത്തിരി നമുക്ക് അടുത്ത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു, ഒരു ലേഡി ഡോക്ടറോട് ചോദിച്ചു, അവൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി ഡോക്ടർ ഒന്ന് പറയാം, ഞാൻ എന്ത് കേൾക്കാൻ തയ്യാറാണ്. ഈ 5 ദിവസം ഞങ്ങൾ റൂമൊന്നും എടുത്തിട്ട് ഇതിൻ്റെ വാതിൽക്കെ തന്നെ രാവും പകലും കഴിച്ചു കൂട്ടുന്ന ICUയുടെ വാതിൽ തന്നെ. ഡോക്ടർ എന്തെങ്കിലും പറ, എന്തായാലും ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞ്, വിഷമമില്ല, എന്തായാലും കേൾക്കാൻ തയ്യാറാണോ അതേന്ന് പറഞ്ഞു. സ്റ്റിൽ കണ്ടിന്യൂ ക്രിട്ടിക്കലി, ഇപ്പോഴും ക്രിട്ടിക്കലായിട്ട് തന്നെ തുടങ്ങി, ഒന്നും പറയാറായിട്ടില്ല. 5ൻ്റെ അന്നും പറയുന്നതാണ് ക്രിട്ടിക്കലായിട്ട് തുടങ്ങി, ഒന്നും പറയാറായിട്ടില്ലെന്ന്. ഞാൻ പിന്നെ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യും, എന്തായാലും ഇനിയിപ്പോൾ അധികം സമയമില്ല, എല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ പോകാനായിട്ട്. അങ്ങനെ എങ്കിലും മനസ്സ് നൊന്തങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേ ഒരു ബൈസ്റ്റാൻഡർ എന്നോട് പറഞ്ഞ് നിങ്ങളുടെ കൊച്ച്, അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈ ഓപ്പറേഷൻ ഡോക്ടറെ ഒന്നും കാണുന്നതേ ഇല്ല, അദ്ദേഹത്തോട് ചോദിക്കായിരുന്നു എന്ത് പറ്റിയെന്ന്. ആ ഡോക്ടർ ലീവാണ്, ഡോക്ടർ മോളുടെ കല്യാണം, അതുകൊണ്ട് 3 ആഴ്ചത്തെ ലീവായി. എൻ്റെ ഭാര്യയുടെ ഗാൾ ബ്ലാഡറിനകത്ത് മുഴയുണ്ടായിരുന്നു, അത് ഓപ്പറേറ്റ് ചെയ്യാൻ അനസ്തേഷ്യ കൊടുത്തപ്പോഴാണ് ഡോക്ടറുടെ ഫ്രണ്ടിൻ്റെ അച്ഛൻ അറ്റാക്കായിട്ട് താഴെ കിടക്കുന്ന അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ട്, ഇത് മയങ്ങുമ്പോഴത്തേക്കോ വരാമെന്ന് പറഞ്ഞ ഡോക്ടറാണ്. നിങ്ങളുടെ കൊച്ചിനെ കണ്ടിട്ട് ഇനി വന്ന ആ അച്ഛനെ ഒന്നും കണ്ടില്ല, കൂട്ടുകാരൻ്റെ അച്ഛനെ ഒന്നും കണ്ടില്ല, നിങ്ങളുടെ കൊച്ചിനെ കണ്ട് ഇവിടെ നിന്ന് വിവരം പറയുന്നിട്ട് ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ ലീവാണ്, തങ്ങൾ കാണാത്തത്, കുമാരപുരത്തെ വീട് വേണമെങ്കിൽ അങ്ങോട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എന്നാൽ നീ പോയിട്ട് വരാം എല്ലാവരോടും. അപ്പോൾ ചേട്ടൻ നീ പോയിട്ട് വരാൻ പറഞ്ഞു. ഞാനും അദ്ദേഹത്തോടെ ഈ ഡോക്ടറെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ വളരെ സന്തോഷത്തോട് പറഞ്ഞ് അവൻ ഇന്ന് വരെ ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ചീഫിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ വിവരങ്ങൾ, ഇന്ന് 5-6 ദിവസമായി എന്ന്, ഇന്ന് വരെ അവനൊന്നും സംഭവിച്ചില്ല, ഇനി ഒന്നും സംഭവിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ എന്ത് പറ്റിയതാണ്? അതൊന്നും ഇനിയിപ്പോൾ നിങ്ങൾ അറിയണ്ട, യഥാർത്ഥത്തിൽ അപ്പൻഡിസൈറ്റിസ് പഴുത്ത് നിന്നപ്പോൾ ചെയ്തതോ അല്ലെങ്കിൽ ഈ ടൂൾസ് ശരിക്കും സ്റ്റെറിലൈസ് ചെയ്യാത്തതോ അങ്ങനെ പറ്റി, ഡോക്ടറെ കൈപ്പഴയായിരുന്നു പറ്റിയത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചെയ്യണ്ട, അവൻ ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇന്ന് 6 ആയില്ലയോ, ഇനിയിപ്പോൾ അവനൊന്നും പറ്റത്തില്ല, അവിടെ ICU തന്നെ കിടക്കട്ടെ കുറച്ച് ദിവസം. അങ്ങനെ 16 ആ ഡോക്ടർ പൈസ കൊടുത്തിട്ട് പോലും വാങ്ങിച്ചില്ല. പറഞ്ഞു ഞാൻ നിങ്ങളുടെ കുഞ്ഞ് ആ മോന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തോ എനിക്കങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനെ അറ്റാക്കായിട്ട് ഇടുന്ന അദ്ദേഹത്തിൽ നിന്ന് കാണാൻ വേണ്ടി വന്നു, അദ്ദേഹത്തെ ഇവിടെ കണ്ടതുമില്ല. അങ്ങനെ ഓടിച്ചു വന്നു, നിങ്ങളുടെ വിളി കൊണ്ടായിരിക്കും ചിലപ്പം ദൈവം എന്നെ ഓടിച്ചുകൊണ്ട് വന്നായിരിക്കും, ഇവനെ കാണാൻ ഇടയായതും ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തത്. അങ്ങനെ 16 ദിവസം
ICU കിടന്ന് പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ഇവനെ ഒരു വർഷത്തേക്ക് സ്കൂളിൽ വിടരുതെന്ന് പറഞ്ഞ് ഒരാൾ മാത്രമേ റൂമിൽ കയറാവൂ, മറ്റാരും വിസിറ്റേഴ്സിനൊന്നും അനുവദിക്കരുതെന്ന് പറഞ്ഞു. എന്തായാലും അപ്പോൾ ഞാനും ഹസ്ബൻഡൂടെ പോയി കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ പേടിയാണ്. 8 വർഷം മരുന്ന് തന്നിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ ടീച്ചറല്ലേ, നിങ്ങൾ അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും സംസാരിക്കും, അതുകൊണ്ടാണ് ഇത് കുറയാത്തത്, ഇനി ഇതങ്ങ് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ഓപ്പറേഷൻ പേടിയാണ്. കാരണം ചിലരുടെയൊക്കെ തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സംസാരശേഷിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാതിരിക്കാൻ ഞാൻ രാവിലെ 10 മണിക്ക് തുടങ്ങി 4 മണി വരെ പഠിപ്പിക്കുന്ന കക്ഷിയാണ്, ഒട്ടും വിശ്രമിക്കുന്ന കൂട്ടത്തിലുമല്ല. അപ്പം ഞാൻ പിന്നെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം സ്കാൻ ചെയ്ത് ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ 6 മാസം കൂടുമ്പോൾ ചെല്ലുന്ന ഡോക്ടറെ കാണാം, അപ്പോഴെല്ലാം സ്കാൻ ചെയ്തുകൊണ്ട് ചെല്ലണം, സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞ്. ഉള്ളൂരുള്ള ഒരു ഗോപിനാഥ് സ്കാൻ സെൻ്ററോടെ എഴുതി തന്നത്. അപ്പം ഞാൻ അന്ന് സന്ധ്യ ആയിപ്പോയിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കങ്ങ് കൊല്ലത്ത് ചെയ്യാം, ഇനി അടുത്ത തവണ വരുമ്പോൾ കാണിച്ചാൽ മതിയല്ലേ, കൊല്ലത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനി പോയിരുന്നു. കൊല്ലത്ത് ചെയ്ത് അടുത്ത തവണ പോകുന്നതിന് മുമ്പ് കൊല്ലത്ത് സ്കാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് മൊഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇതിനകത്തൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തപ്പി നോക്കിയിട്ട് മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെ ഇതെവിടെ പോയി, നിങ്ങൾ എവിടെ സ്കാൻ ചെയ്തേ? ഞാൻ പറഞ്ഞു കൊല്ലത്ത് എന്ന് പറഞ്ഞു. കൊല്ലത്ത് എന്തിനാ, അത് വല്ല മെഷീനും വല്ല കേടുവല്ല ഉണ്ടായിരിക്കും, നിങ്ങളോട് ഗോപിനാഥ് സ്കാൻ ചെയ്യാനല്ലേ പറഞ്ഞേ. അപ്പോൾ തിരിച്ചു വന്ന ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയും, ഇനി അവിടെ ചെയ്തിട്ട് വരാൻ പറഞ്ഞ്. എന്നെ വഴക്ക് പറഞ്ഞാൽ കേൾക്കത്തില്ല, ഉടനെ കൊല്ലത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇനി വീണ്ടും വരണ്ടേ. അപ്പോൾ ഈ സ്കാൻ ചെയ്യാൻ മേശപ്പുറത്ത് കിടക്കുമ്പോൾ എൻ്റെ കർത്താവേ ഒന്ന് ഇറങ്ങി വരണേ, എനിക്ക് ഓപ്പറേഷൻ പേടിയാണ്, എൻ്റെ എന്നെ അങ്ങ് കർത്താവിന് സമർപ്പിക്കുകയാണ്, എന്നെ ഓപ്പറേഷൻ ഇടയാക്കല്ലേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്കാനിങ്ങിൻ്റെ മേശപ്പുറത്ത് കിടക്കുന്നത്. വീണ്ടും സ്കാൻ ചെയ്യാൻ തിരിച്ചു വന്നപ്പോൾ ഉള്ളൂർ ഈ ഡോക്ടർ പറഞ്ഞ ഗോപിനാഥ് സ്കാൻ സെൻ്റർ കയറി സ്കാൻ ചെയ്തു. അപ്പോഴും പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ എന്നെ തല്ലിക്കൊല്ലാൻ വരെല്ലാം കൂടെ ഇത്രയും വർഷം പൈസ ചിലവാക്കി, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ലീവ് എടുക്കാൻ പറഞ്ഞാൽ ലീവ് എടുക്കുന്നുമില്ല, എൻ്റെ രക്ഷയ്ക്കായി എത്തണേ എൻ്റെ കർത്താവേ ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും മഴയില്ല. പിന്നെ ഞാൻ ഇന്ന് വരെ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല, ഡോക്ടർമാരെ കാണിക്കാനും പോയിട്ടില്ല. ആ തൈറോയ്ഡ് ഇതിൻ്റെ മഴ ഇല്ല. ജപമാല റാണി ആവേ